നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. മഹാഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം കിട്ടുമെന്നാണ് ഞങ്ങൾ തള്ളുന്നത്. തീർച്ചയായിട്ടും ഈ സ്വയം പുകഴ്ത്തുന്നത് മര്യാദകളാണ്, ശരി. പക്ഷേ ഞാനിത് പറയാതെ നിങ്ങൾ എങ്ങനെ ഇത് മനസ്സിലാക്കും? അതുകൊണ്ടാണ് ക്രാഷ് ലാൻഡ് ചെയ്യുന്നത്. ഒരു 2 മാസത്തേക്ക് ഒരു പരീക്ഷണത്തിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു. ഓക്കെ. ഭാഗ്യം എന്ന് പറയുന്നത് പണം മാത്രമല്ല, എല്ലാം. ഭാഗ്യത്തിന് ഒരുപാട് രൂപങ്ങളുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ഞങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുക. ഓക്കെ. അപ്പോൾ ഇന്ന് പറയുന്ന ഇതാണ്, പൂജയും വഴിപാടും ഒന്നും വേണ്ട, അല്ലാതെ തന്നെ മന്ത്രജപങ്ങൾ കൊണ്ട് നമുക്ക് നിരവധി രൂപത്തിലുള്ള സൗഭാഗ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം. അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? ആരോഗ്യം. ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഓക്കെ. ചിലർക്ക് ഈ ഭാഗം ഒരുപാട് കോടിക്കണക്കിന് സ്വത്തും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും, പക്ഷേ മനസ്സമാനം കാണില്ല, ആരോഗ്യം കാണില്ല. അപ്പോൾ നമ്മുടെ മുകേഷ് അംബാനി അറിയാമല്ലോ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ്. അദ്ദേഹം നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കത്തില്ല. അസുഖം എന്തെങ്കിലും ഉണ്ടായിട്ടല്ല, പൊതുവെ അങ്ങനെ വെജിറ്റേറിയനാണ്. മദ്യം കഴിക്കത്തില്ല, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇത്രയും പണം എന്തിനാ? ഇപ്പോൾ പാവം പിടിച്ച എനിക്ക് ജീവിക്കാനാണെങ്കിൽ ഒരു മാസം പരമാവധി പോയാൽ 20,000 രൂപ മതി. പിന്നെ വല്ല അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇത് എന്താ പറയുക, നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ മോനും മരുമോളുമൊക്കെ ഇൻഷുറൻസ് ഉള്ള, ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ജോലിയൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ലോണുകളൊന്നുമില്ല. ഓക്കെ. പരമാവധി പോയാൽ ഒരു 10,000 രൂപ മതി എനിക്കൊരു മാസം ജീവിച്ചു. നോൺ വെജൊന്നും ഞങ്ങൾ കൂടുതൽ ഉപയോഗിക്കാറില്ല. വിദേശ രാജ്യങ്ങളിൽ ടൂർ അടിക്കത്തില്ല. വലിയ കാറൊക്കെ ലോണൊക്കെ എടുത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കത്തില്ല. ഒരു കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ്റെ കൃപ കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ ഈ പണം ചിലവാക്കുന്നത് ക്ഷേത്രങ്ങളിലാണ്. അതാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ രോഗങ്ങൾ വരാതിരിക്കാനും ഉള്ളത് ശമിക്കാനും പൂർണ്ണമായിട്ടും മാറാനുള്ള മന്ത്രങ്ങൾ നിരവധിയുണ്ട്, കോടിക്കണക്കിനുണ്ട്. എങ്കിലും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സംഭവം ഇതാണ്. നാരായണീയത്തിലെ ഒരു ശ്ലോകമാണ്. അത് സംസ്കൃതമാണ് എന്ന് വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട. ഭഗവാനെ ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെല്ലാം ശമിപ്പിക്കണേ, രോഗങ്ങളെല്ലാം മാറ്റണേ, രോഗങ്ങൾ വരുത്തരുതേ എന്ന് സംസ്കൃതത്തിൽ പറയുന്നു. അപ്പോൾ എനിക്ക് ഈ സംസ്കൃതമൊന്നും കാര്യമായിട്ട് അറിയത്തില്ല, പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ ചൊല്ലുമ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരാം. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ നിരവധിയുണ്ട്, യൂട്യൂബിൽ കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് ഓം അസ്മിൻ പരാത്മൻ നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥ പിതപത്മയോനിഹ അനന്തഭൂമ മമരുരാശി നിരുന്തി പാതാലയ വാസാ വിഷ്ണു. ഇതൊരു 11 തവണ മിനിമം ചൊല്ലുക. ഓക്കെ. ഗുരുവായൂരപ്പനുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അസുഖങ്ങളെല്ലാം, ക്യാൻസർ വരെ സുഖപ്പെട്ടെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. ഓക്കെ. തീർച്ചയായിട്ടും ഇത് മാത്രം പോരാ, വേറെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം അനുഷ്ഠിക്കണം. ഇത് മാത്രം ചൊല്ലിയിട്ട്, അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്,
ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ ഭൂരിപക്ഷം പേരും അങ്ങനെ ഒന്നും ചെയ്യാറില്ല. കൃത്യനിഷ്ഠ അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു. അത് ഞാൻ പഠിച്ചത് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നാണ്. മുസ്ലിങ്ങൾ ഈ 5 നേരവും നിസ്കരിക്കുന്നവരുണ്ട്. എല്ലാവരും അങ്ങനെ ഒന്നും ചെയ്യാറില്ല മുസ്ലിങ്ങൾ. എങ്കിലും ശരിക്കും ദൈവഭയമുള്ളവരാണ് മുസ്ലിങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും മുസ്ലിങ്ങൾ കൃത്യസമയത്താണ് ഈ എന്താ പറയുക നിസ്കാരം നടത്തുന്നത്. 5 തവണയോ മറ്റോ നിസ്കരിക്കുന്നത്. അതിന് കൃത്യം ടൈമാണ്. അത് മാത്രമല്ല അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയാൻ പൊതുവേ ഉള്ള മുസ്ലിങ്ങളുടെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള അറബികളും മറ്റുമൊക്കെ ഒരുമിച്ചിരുന്നാണ് ആഹാരം കഴിക്കുന്നത്, ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അതിനൊക്കെ വലിയ കാര്യമുണ്ട്, ചെറിയ കാര്യങ്ങളല്ല. അപ്പോൾ ഇപ്പോൾ മതം ഏതായാലും മനുഷ്യൻ നന്നായി എന്ന് പറയുന്നതൊക്കെ മതം ഏതായാലും നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും നമ്മൾ ഫോളോ ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരാൾ പട്ടിണി കിടക്കുമ്പോൾ ഈ ഇപ്പുറത്ത് മാറിയിരുന്ന് മട്ടൻ ബിരിയാണി അടിച്ച് 4-5 മട്ടൻ ബിരിയാണി കയറ്റുന്നവനൊന്നും നല്ല മുസ്ലിമുമല്ല, നല്ല മനുഷ്യനുമല്ല. ഓക്കെ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തങ്ങ് പോയി കഴിഞ്ഞാൽ ഒക്കെ മണിക്കൂറുകളോളം എനിക്ക് സംസാരിക്കാൻ പറ്റും. എനിവേ അത് ചുരുക്കം. നമ്മുടെ 10 മിനിറ്റാണ് നമുക്ക് മലയാളികൾ അനുവദിച്ചേക്കുന്നത്. മിക്കവാറും ഞാനത് 16 മിനിറ്റ് 20 മിനിറ്റ് ഇടയ്ക്ക് 35 മിനിറ്റൊക്കെ വെച്ച് താങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സംഭവം ഇതാണ്, കൃത്യനിഷ്ഠ. പട്ടാള ചിട്ടയുടെ കൃത്യനിഷ്ഠയൊന്ന് അനുഷ്ഠിച്ച് നോക്കും. അതായത് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞിട്ടുള്ളതാണ്. അതായത് ഉറങ്ങുന്നത് കൃത്യം, ഉണരുന്നത് കൃത്യം, കുളിക്കുന്നത് കൃത്യം, പ്രാർത്ഥിക്കുന്നത് കൃത്യം ടൈമിൽ, അതുപോലെ തന്നെ ആഹാരം കഴിക്കുന്നതിനും കൃത്യം ടൈം, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. വീട്ടിലെ കുടുംബാംഗങ്ങൾ മുഴുവൻ ഒരുമിച്ച് എഴുന്നേറ്റ് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ആഹാരം കഴിച്ച് കൃത്യനിഷ്ഠയോടെ ഒരു ചായ കുടിക്കുന്നത് പോലും കൃത്യ ടൈമിലായിരിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. അതായത് നമുക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടും. അത് മാത്രമല്ല, ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഉണർന്നിരിക്കുന്ന 16 മണിക്കൂറും ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് തറപ്പിച്ച് വിശ്വസിക്കുക. തീർച്ചയായിട്ടും ഈശ്വരൻ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ വാക്കുകളും ഓരോ ചിന്തകൾ പോലും അറിയുന്നുണ്ട്, തൊട്ടടുത്തുണ്ട് ഈശ്വരൻ എന്ന് നമ്മൾ സങ്കല്പിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ഈ മനസ്സ്, ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് 80% ഉണ്ട്. ഓക്കെ. ഉപബോധ മനസ്സ് 15%, ബോധ മനസ്സ് 5%. ഓക്കെ. ഈ മനസ്സുകളെല്ലാം നിയന്ത്രിക്കാൻ പ്രാർത്ഥനകൾക്ക് കഴിവുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. എൻ്റെ കാര്യം ഈ പറഞ്ഞതൊക്കെ ഭഗവാനായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ പോകുന്നു. ഓക്കെ. ഇനി എത്ര കാലം ഈശ്വരൻ അനുവദിക്കുമെന്ന് എനിക്കറിയില്ല, ജീവിക്കുന്ന കാര്യം. ഇപ്പോൾ ഇന്നലെ വേറെ ഒരാളുടെ കാര്യം അറിഞ്ഞു. അതായത് എനിക്ക് 64 വയസ്സുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു യൂട്യൂബറാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ, പിതാവ് മരിക്കുന്നത് ഉറക്കത്തിലാണ് മരിക്കുന്നത്. സൈലൻറ്റ് അറ്റാക്ക് വന്നു ഉറക്കത്തിൽ മരിക്കുന്നു. അതിക്കഴിഞ്ഞാൽ ഭാഗ്യം എന്തുകൊണ്ട്? അപ്പോൾ അതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ മന്ത്രജപങ്ങൾ കൊണ്ട്, ജപശക്തി കൊണ്ട് നേടുന്നതാണ് അങ്ങനെയൊക്കെയുള്ള അനുഗ്രഹങ്ങൾ. അതായത് ജീവിതകാലം മുഴുവൻ. ഓക്കെ. ഞാനൊക്കെ 17ാമത്തെ വയസ്സ് തൊട്ടാണ് ചെറുതായിട്ട് ഈശ്വര വിശ്വാസമൊക്കെ തുടങ്ങിയത്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ നിരീശ്വരവാദികളാണ്. ഇപ്പോഴും കുടുംബ വീട്ടിൽ വിളക്ക് കത്തിക്കത്തില്ല. കാര്യം ഇപ്പം കുടുംബ വീട് കൈകാര്യം ചെയ്യുന്ന ആൾ ഞങ്ങളുടെ കൂട്ടത്തിൽ അയാൾ മാത്രമാണ് നിരീശ്വരവാദി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് രഹസ്യമായിട്ട് അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ അറിയുന്നുണ്ട്. പക്ഷേ എന്തായാലും ലോക്കൽ അമ്പലങ്ങളിലൊന്നും പുള്ളി പോകത്തില്ല. വളരെ അപൂർവമായിട്ട് രഹസ്യമായിട്ട് എല്ലായിടത്തും പോകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ
ജപശക്തി ഉണ്ടായത് കുട്ടിക്കാലം മുതലേ ആത്മീയ വഴിയിൽ സഞ്ചരിച്ച് ഞാനൊക്കെ ഇപ്പോൾ 18 വയസ്സ് തൊട്ട് ചെറുതായിട്ട് തുടങ്ങി ഒരു 25 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഏതാണ്ട് ലെവലായി. ഏകദേശം 27, 28, 29 ആ വയസ്സിലൊക്കെ വളരെയധികം ശക്തമായിട്ടുള്ള രീതി വളരെ പരസ്യമായിട്ട് ഞാൻ ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അതിനുശേഷമാണ് എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ എല്ലാവരും നിരീശ്വരവാദികളായിരുന്നു. ഞങ്ങളുടെ കുടുംബം തന്നെ നിരീശ്വരവാദികളുടെ കുടുംബമാണ് ആയിരുന്നു. ഇപ്പോൾ കഷ്ടിച്ച ഒരാൾ മാത്രമേ ഉള്ളൂ നിരീശ്വരവാദം പുറമേ കാണിക്കുന്നത്, അല്ല രഹസ്യമായിട്ട് എല്ലായിടത്തും പോകുന്നുണ്ട്. അപ്പോൾ സംഭവം അങ്ങനെ ഞങ്ങളൊക്കെ എത്രത്തോളം അതായത് മന്ത്രജപങ്ങൾ ജപശക്തിയിലൂടെ നിരവധി നേട്ടങ്ങൾ നേടാമെന്നാണ് പറയുന്നത്. ഈ വഴിപാടും പൂജയൊന്നും അല്ല, നമ്മൾ തന്നെ പ്രാർത്ഥിക്കുക. ഒരു മാസത്തിൽ ഒരു തവണ എന്ന് ഒരു പൂജ നടത്തിയിട്ട് വരുന്നു കഴിയാതൊന്നും അതിനൊക്കെ എഫക്റ്റ് കുറവാണ്. അതേസമയം ഉണർന്നിരിക്കുന്ന 16 മണിക്കൂറും നമ്മൾ മന്ത്രജപങ്ങൾ മനസ്സിലെങ്കിലും ചൊല്ലിക്കൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ വേറെ 1-2 വീഡിയോയിലൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചൊല്ലുന്ന മന്ത്രങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ, ഈ അസ്മിൻ പരാത്മൻ നമുക്ക് ഒഴിവാക്കാൻ ഒക്കത്തില്ല. ആരോഗ്യമാണ്. അമ്പലത്തിലൊക്കെ പോകാനും നടക്കാനും പിടിക്കാനും ഒക്കെ ആരോഗ്യം വേണമല്ലോ. അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ചൊല്ലുന്ന മന്ത്രം ഈ അസ്മിൻ പരാത്മൻ എന്നുള്ളതാണ്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാവുന്ന മന്ത്രങ്ങളൊക്കെ തന്നെ ഞാൻ ചൊല്ലുന്നത്. എല്ലാം കൂടെ നമുക്ക് ചൊല്ലാൻ ഒക്കത്തില്ല. സെലക്റ്റഡായിട്ട് മന്ത്രങ്ങൾ അതിൽ കുറച്ച് പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി വേറെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് ഓം കാരം ആദ്യം ഓം അങ്ങനെ ഓം എന്നങ്ങ് പറഞ്ഞ് നീളത്തിൽ ചൊല്ലുക. മിനിമം 3 കാണാം. ഓം ഗംഗണപതേ നമ മിനിമം 9 കാണാം. ഇനി പറയുന്നതല്ല, മിനിമം 9 തവണ ചൊല്ലുക. ഞാൻ അങ്ങനെ ചെയ്യുന്നു. ഓം ഗംഗണപതേ നമ, ഓം നമ ശിവായ, ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ, ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ഹ്രൂം നമ പരായ ഗോപ്ത്രേ, ഓം വജത്ഭുവേ നമ, ഓം നാഗരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹു പ്രചോദയാത്. ഇതെല്ലാം 9 തവണ ഏറ്റവും മിനിമമാണ് പറയുന്നത്. ഓക്കെ, അത് തന്നെ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ചൊല്ലുക. ഏകദേശം ബ്രഹ്മമുഹൂർത്തം അതിൻ്റെ കറക്റ്റ് ടൈമിങ് ഞാൻ പറയാം. ഏകദേശം ഇപ്പോൾ ബ്രഹ്മമുഹൂർത്തം ഏകദേശം ഉള്ള ടൈമാണ് പറയുന്നത്. ഇപ്പോൾ ഈ കാലയളവിൽ ഉള്ളത് രാവിലെ 4:41 AM മുതൽ 5:29 AM വരെയാണ് പൊതുവെ ഇപ്പോൾ ഇത് ബ്രഹ്മമുഹൂർത്തം കാണിക്കുന്നത്. അപ്പോൾ അത് 2-3 മിനിറ്റോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഓക്കെ, അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഈ മന്ത്രങ്ങളെല്ലാം മിനിമം ചൊല്ലുക. പിന്നെ തീർച്ചയായിട്ടും ശ്യാമളാദണ്ഡകം, മാണിക്യ വീണ മുതലാളയന്തി എന്നുള്ള കാളിദാസൻ എഴുതിയ ദേവീ ഗീതം. ഓക്കെ, അത് 27 തവണ ചൊല്ലുന്നവരുണ്ട്. ഒരു തവണ ചൊല്ലുന്നതിന് തന്നെ എനിക്ക് തന്നെ 7-8 മിനിറ്റ് എടുക്കും സ്ഥിരം ചൊല്ലുന്നുണ്ട്. ആദ്യമൊക്കെ തുടക്കത്തിൽ സംസ്കൃതമാണ്, കംപ്ലീറ്റ് സംസ്കൃതമാണ്. അതിൻ്റെ മലയാള അർത്ഥം ഉൾപ്പെടെ ഉള്ള ചെറിയ പുസ്തകം കിട്ടും. 15 രൂപയോ മറ്റോ ഉള്ളൂ ശ്യാമളാദണ്ഡകം. പിന്നെ തീർച്ചയായിട്ടും വിഷ്ണു സഹസ്രനാമം. ഓക്കെ, വിഷ്ണു സഹസ്രനാമം സ്തോത്രമുണ്ട്, നാമാവലിയുണ്ട്, സഹസ്രനാമാവലിയുണ്ട്. സ്തോത്രം ഭയങ്കര പാടാണ് ചൊല്ലിയെടുക്കാൻ, എന്നാലും അത് കൂടുതൽ വേഗത്തിൽ തീർക്കാൻ പറ്റും. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിന് 35 മിനിറ്റ് തൊട്ട് 45 മിനിറ്റ് വരെ ഞാൻ എടുക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചൊല്ലുക. എന്നിട്ട് പിന്നെ എപ്പോഴും പറ്റുമ്പോഴൊക്കെ ഓം നമ ശിവായ, ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ. എനിക്ക് ബുധദശ ആയതുകൊണ്ട് ഞാൻ പ്രധാനമായിട്ടും ചൊല്ലുന്നത് ഓം
നമോ ഭഗവതി വാസുദേവായ എന്നുള്ള മന്ത്രമാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഓം നമ ശിവായ എൻ്റെ ഒരു വിലയിരുത്തലിൽ ഏറ്റവും അതിശക്തമായ ഘനഗംഭീരമായ ചെറുമന്ത്രം പഞ്ചാക്ഷരി മന്ത്രം തന്നെ, ഓം നമ ശിവായ തന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ മന്ത്രജപങ്ങളിലൂടെ പൂജയും വഴിപാടും ഒക്കെ പറഞ്ഞ അതല്ല പ്രധാനം. ഏറ്റവും പ്രധാനം നമ്മൾ തന്നെ അടിമുടി ഈശ്വരനായിട്ട് ചേർന്ന് നിൽക്കുക. ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ എല്ലാ തടസ്സങ്ങളും മാറും. പായൽ നീങ്ങുന്ന പോലെ അല്ല, മറിച്ച് നമ്മുടെ വഴിത്താരയിൽ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് ഹിമാലയ പർവ്വതമാണെങ്കിൽ പോലും ആ ഹിമാലയ പർവ്വതം പോലും മാറി നിൽക്കും, വഴിമാറിത്തരും നമുക്ക്. ഈശ്വരൻ്റെ കൈ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെയൊക്കെ മൂല്യം എന്താണ്? നമ്മളൊക്കെ വെറും വട്ടപൂജ്യങ്ങളാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഭൂമി പോലും ഒന്നുമല്ല. അപ്പോൾ അതിലൊരു ചെറിയ ജീവി മാത്രമാണ് മനുഷ്യൻ. നമ്മളൊക്കെ വട്ടപൂജ്യങ്ങളാണ്. ഈശ്വരൻ്റെ മൂല്യം നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. 1,00,000 കോടി എന്ന് സങ്കല്പിക്കാം. പറയാനുള്ള സംസാരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി 1,00,000 കോടി എന്ന് കണക്കാക്കിയാൽ ഈ 1,00,000 കോടിയുടെ കൂടെ നമ്മൾ വട്ടപൂജ്യം കൂടെ ചേരുമ്പോൾ നമ്മളുടെയും ഈശ്വരൻ്റെയും കൂടെ ചേർന്നുള്ള മൂല്യം 10,00,000 കോടിയാവും. ഓക്കെ, ഒരു സംശയം വേണ്ട, ഈശ്വരനില്ലാതെ നമുക്ക് ജീവിതമില്ല. ഓക്കെ, ഗണപതി ഹോമം ഇന്നും ഞാൻ ഗണപതി ഹോമം ദർശിക്കാൻ പോയി. ഇവിടെ കളക്ട്രേറ്റിൻ്റെ തൊട്ടടുത്തുള്ള കൊട്ടാരക്കുളം മഹാഗണപതി ക്ഷേത്രം. ഏകദേശം 6:15 ആകുമ്പോഴത്തേക്ക് അവിടെ കർപ്പൂരം കത്തിക്കും ഗണപതി ഹോമം കഴിഞ്ഞിട്ട്. അപ്പോൾ അത് ആ ഹോമകുണ്ടത്തിന് ചുറ്റും ബലം വെക്കാത്ത ഒരു ദിവസം പോലും എനിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലത്തുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും 30 ദിവസത്തിൽ 29 ദിവസവും ഞാൻ ഗണപതി ഹോമം തൊഴുതിരിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാത്ത ഒരു ദിവസം എനിക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. അതിനേക്കാൾ ഈ പറഞ്ഞതൊക്കെ എനിക്ക് നിർബന്ധമെന്ന് പറഞ്ഞാൽ എനിക്കിപ്പം ബുധദശ ആയതുകൊണ്ട് ശ്രീകൃഷ്ണനെയാണ് കൂടുതൽ ഭജിക്കേണ്ടത്. തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും പ്രിയങ്കരമായ സംഭവം എന്ന് പറയാൻ വെണ്ണയല്ല, കദളിപ്പഴമല്ല, മറിച്ച് ഇതാണ്ട് നമ്മൾ സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകൾ മുട്ടുകുത്തി നമസ്കരിക്കുക. നമ്മൾ സാഷ്ടാംഗം നമസ്കരിക്കുമ്പോൾ കൃഷ്ണഭഗവാൻ ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. ഉണ്ണിക്കണ്ണൻ തൊട്ട് വലിയ വലിയ ഘനഗംഭീരമായ ഒരുപാട് രൂപങ്ങളും സങ്കല്പങ്ങളും ഉണ്ട് കൃഷ്ണനെക്കുറിച്ച്. അപ്പോൾ ആ ഭഗവാൻ നമ്മുടെ അരികിൽ ഓടിയെത്തും നമ്മൾ സാഷ്ടാംഗം നമസ്കരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പൊതുവെ ആചാര്യന്മാരെല്ലാം പറയുന്നത് അങ്ങനെയാണ്. എനിവേ, എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നമസ്കാരം, ശുഭദിനം.